മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയ ധനസഹായത്തിൽ ക്രമക്കേട് കണ്ടെത്തി. മാർച്ച് 30, 31 തീയതികളിൽ ബാങ്കിൽ പണം ലഭിക്കുകയായിരുന്നു. 181 പേർക്ക് 2 തവണയായാണ് ധനസഹായം കൈമാറിയത്. മുതലപ്പുഴയിൽ മണൽ മൂടിയതോടുകൂടി നഷ്ടപ്പെട്ട തൊഴിൽ ദിനങ്ങൾക്ക് പകരമായായിരുന്നു സർക്കാർ ധനസഹായം നൽകിയത്. പ്രതിദിനം 359 രൂപ നിരക്കിൽ 91 ദിവസങ്ങൾ കൊണ്ട് മൊത്തം 32,699 രൂപയായിരുന്നു ധനസഹായമായി നൽകിയത്. എന്നാൽ ഇതിലാണ് ഇപ്പോൾ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തോടുകൂടിയാണ് 5 തെങ്ങ് മുതലപ്പുഴയിൽ മണൽ മൂടുന്നത്. ഈ മണൽ മൂടിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ ഒരു പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നു. ആ പാക്കേജ് എന്ന് പറയുന്നത് ഒരു ദിവസം 359 രൂപ നിരക്കിൽ ഏകദേശം 3 മാസത്തേക്ക് 32,669 രൂപയാണ് ഒരു തൊഴിലാളിക്ക് സർക്കാർ പ്രഖ്യാപിച്ച പാക്കേജ്. ഈ പൈസ തന്നെ അടിയന്തരമായിട്ട് നൽകുമെങ്കിലും പറഞ്ഞിരുന്നെങ്കിലും അത് സമയബന്ധിതമായിട്ട് കൊടുക്കാനോ സർക്കാർ തയ്യാറായിരുന്നില്ല. എന്നാൽ അത് പിന്നീട് ഇലക്ഷൻ സമയത്ത്, അതായത് മാർച്ച് മാസത്തിൽ ആണ് ഈ തുക 30, 31 തീയതികളിൽ ഈ തുക ഏതാനും ചിലർക്ക് ഇട്ടതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ തുക ഇട്ടതിൽ അന്ന് തന്നെ വ്യാപകമായിട്ട് പ്രതിഷേധം വന്നിരുന്നു. കാരണം ഇത് ഇലക്ഷനെ വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് നിരവധിയായിട്ടുള്ള പരാതികൾ ഉയർന്നിരുന്നതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴാണ് ഇപ്പോൾ പുതിയൊരു ആരോപണം. അതായത് ഇപ്പോൾ നമ്മളിത് അന്വേഷിച്ചപ്പോൾ അറിയുന്നത് ഇതിൽ ഏകദേശം ഈ പൈസ നൽകിയതിൽ 200ഓളം പേർക്ക് ഇരട്ടിപ്പ്, അതായത് സർക്കാരിൻ്റെ 32,669 രൂപ 2 തവണ വന്നതായിട്ട് കാണുന്നു. ഇത് ഇവിടെയുള്ള നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്, ഒട്ടനവധിയായിട്ടുള്ള ആളുകൾ ഈ ലിസ്റ്റിൽ തന്നെ ഇല്ല. അപ്പോഴാണ് ഇത്തരത്തിൽ ഇരട്ടിപ്പ് വന്നിട്ടുള്ളത്. അത് മാത്രവുമല്ല, ഈ സർക്കാരിൻ്റെ ഇപ്പോൾ ഇവിടെ നിന്ന് 5 തെങ്ങെന്ന് തന്നെ കൊടുത്തിട്ടുള്ള ലിസ്റ്റ് പ്രകാരം ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് പോലും പൂർണ്ണതോതിൽ ഈ പൈസ കൊടുത്തു തീർക്കാൻ വേണ്ടി കഴിയാത്ത സാഹചര്യത്തിലാണ് ഇത്രയും അധികം പേർക്ക് ഇരട്ടിപ്പ് വന്നിട്ടുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിൽ നമ്മുടെ ഡയറക്ടർ ഓഫീസും ഫിഷറീസ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. നിർഭാഗ്യവശാൽ അവിടെ നിന്നും കൃത്യമായിട്ടുള്ള മറുപടി കിട്ടാത്തൊരവസ്ഥയാണുള്ളത്. ഇതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് ഇത് വ്യക്തമാണ് ഇതിലെന്തോ തിരിമറി നടന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം, സർക്കാരിൻ്റെ പൈസ എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായിട്ട് കണക്കുള്ളതാണ്, അപ്പോൾ ഓഡിറ്റ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പൈസ എന്തെങ്കിലും രീതിക്ക് മറ്റ് രീതിക്ക് പോയി കഴിഞ്ഞാൽ, മറ്റ് അക്കൗണ്ടിലേക്ക് 2 തവണയോ 3 തവണയോ അങ്ങനെ ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ ഇതൊക്കെ പരിശോധനയിൽ കണ്ടെത്താൻ കഴിയുന്നതാണ്. പക്ഷേ നാളിതുവരെയും ഇത്തരത്തിൽ ഒരു ഇത് നടന്നിട്ടുണ്ടെന്നോ, അല്ലെങ്കിൽ 2 പ്രാവശ്യം പോയിട്ടുണ്ട്, അതൊരു തെറ്റായ രീതിയായിരുന്നെന്നോ, അല്ലെങ്കിൽ അതിൽ തെറ്റ് സംഭവിച്ചതാണെന്നോ അത് സമ്മതിക്കുവാൻ വേണ്ടിയിട്ട് ഈ വകുപ്പ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ കൃത്യമായിട്ടും ഇതിലെന്തോ തിരിമറി നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. മാത്രവുമല്ല, ഈ തുക സർക്കാരിൻ്റെതല്ലെങ്കിൽ ഇത് കള്ളപ്പണമാണോ എന്നുള്ളത് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. കാരണം ഇത്രയ്ക്ക് തുക, 200ഓളം പേർക്ക് ഇത്ര തുക വന്നത് ഡബിളിംഗ് ആണെന്ന് ഇതുവരെയും സമ്മതിക്കാൻ പോലും കഴിയാത്ത ഒരു ഭരണസമിതിയും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും പരിശോധിക്കണം. ഇത് കള്ളപ്പണം ആണോ എന്ന് നമുക്ക് സംശയമുണ്ട്. കാര്യം ഇലക്ഷൻ സമയത്താണ് ഈ തുക വിതരണം ചെയ്തിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതുപോലെ തന്നെ പുത്തൻതോപ്പിലും മരിയനാട് തുടങ്ങിയ പ്രദേശങ്ങളിലും ഇതുപോലെ സമാനമായിട്ടുള്ള ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ അവർക്ക് അതായത് തൊഴിൽ ദിനം നഷ്ടമായവരുടെ പേര് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇവർക്കും സമാനമായ രീതിയിൽ പൈസ വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ഈ തട്ടിപ്പ് അവിടെയും നടന്നിട്ടുണ്ടോ എന്നുള്ളതും പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇതൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മൾ ഫിഷറീസ് ഓഫീസിനും അതുപോലെ അനുബന്ധ ഡിപ്പാർട്ട്മെൻറ്റിലും ബന്ധപ്പെടുമ്പോൾ ഇവരൊക്കെ തന്നെ പറയുന്നത് ഇത്തരത്തിൽ കാര്യങ്ങൾ നടന്നിട്ടില്ല, അല്ലെങ്കിൽ നടന്നിട്ടില്ലെന്നോ ഒരു കൃത്യമായ ഒരു തിരിച്ചൊരു മറുപടി നൽകാൻ ഇവർക്ക് സാധ്യമാകുന്നില്ല. അതുപോലെ തന്നെ ഇവരെല്ലാവരും തന്നെ ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ അറിയാൻ കഴിയുള്ളൂ. ഇത് ഇവിടെയല്ല, ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തിരക്കണം, അവിടെ തിരക്കണം, ഇവിടെ തിരക്കണം എന്നാണ്. ഡിപ്പാർട്ട്മെൻറ്റിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും നാളിതുവരെയായിട്ടും യാതൊരു നടപടിയില്ല. ഈ തുക തിരിച്ചു പിടിക്കാൻ ഇവരെന്ത് ചെയ്തു, അല്ലെങ്കിൽ ഇനിയുള്ളവർക്ക് ഇതെങ്ങനെ എത്രാം തീയതിക്കകം തുക അയക്കാൻ സാധിക്കും എന്നുള്ളത് പോലും വ്യക്തമാക്കാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്.